എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊതുവേ നമ്മളൊരു എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും, ഒരുപാട് സബ്ജക്ട്സ് ഉണ്ടാവും. എല്ലാ സബ്ജക്ട്സും നമ്മൾ ഈക്വലി നല്ലതായിരിക്കണം എന്നില്ല. ചില സബ്ജക്ട്സ് നമ്മൾ വീക്കായിരിക്കും, ചില സബ്ജക്ട്സ് നമ്മൾ സ്ട്രോങ്ങർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പൊതുവേ റിസോർട്ട് ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുന്നത് കമ്പൈൻ സ്റ്റഡി ആയിരിക്കും. കാരണം ഇപ്പോൾ ഒരു PSC കോച്ചിങ്ങിന് പോയാൽ പോലും ചില കാര്യങ്ങൾ ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്പൈൻ സ്റ്റഡിയാണ്. അപ്പോൾ ഈ കമ്പൈൻ സ്റ്റഡി മോശവും അതുപോലെ തന്നെ നല്ലതും ആവാം. അപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പിലാണ് നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത്, ആ ഗ്രൂപ്പിൻ്റെ ഒരു വൈബും അതുപോലെ തന്നെ എനർജിയും അവരുടെ കാര്യങ്ങളിലുള്ള കോർഡിനേഷനൊക്കെ നമ്മളെ ബാധിക്കും. കാരണം ചില ആൾക്കാർ കോർഡിനേറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും ഈ ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഫ്രൂട്ട്ഫുൾ ആവണമെങ്കിൽ എല്ലാവരും ഒരേ പേസിലുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ആ പറയുന്ന റിസൾട്ട് കിട്ടില്ല. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് അതിൽ പുറകോട്ട് പോകും. വളരെ സ്പീഡുള്ളവർ, വളരെ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നവർ മാത്രം മുമ്പോട്ട് പോകും, ബാക്കിയുള്ളവർ ഡീമോട്ടിവേറ്റഡ് ആവുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരുമിച്ചുള്ള പഠനം എന്ന് പറയുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പോർഷൻ സ്കിപ്പ് ചെയ്യലാവരുത് എന്നുള്ളതാണ്. അതൊരു നെഗറ്റീവ് എഫക്റ്റാണ്. അപ്പോൾ നമുക്ക് അഡ്വേഴ്സ് എഫക്ട്സ് എടുക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കണം വെച്ചാൽ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് ഇന്നത് നമുക്ക് ഒഴിവാക്കാം എന്ന് പറയുമ്പോൾ 5 പേര് ഒഴിവാക്കലല്ല ഈ പറയുന്ന കമ്പൈൻ സ്റ്റഡിയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം അതിലൊരാളത് പഠിച്ച് വന്ന് പറഞ്ഞു കൊടുക്കലാണ് ഈ കമ്പൈൻ സ്റ്റഡിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. അല്ലാതെ 5 പേരും ഒരു ടോപ്പിക്ക്, ഇപ്പോൾ മോഡേൺ ഹിസ്റ്ററിയിലെ 1857 റിവോൾട്ട് എല്ലാവർക്കും കൂടെ സ്കിപ്പ് ചെയ്യുക, കാരണം ആർക്കും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിലൊരു ചെറിയ പോർഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാമെന്ന് പറയുന്നതല്ല. ഒരുമിച്ചുള്ള ചായ കുടി, അതായത് നമ്മളെപ്പോഴും പുറത്ത് പോയി ഔട്ടിങ്, ഇപ്പോൾ വൈകുന്നേരം വരെ പഠിച്ചിട്ട് ബീച്ചിൽ പോവുക അല്ലെങ്കിൽ പാർക്കിൽ പോവുക എന്ന് പറയുന്നത് അത് ഒരു കണക്കിന് ചിലപ്പോൾ ആഴ്ചയിലോ 2 ആഴ്ചയിലൊക്കെ ഏതെങ്കിലും ഒരു തവണ ശരിയായിരിക്കും. പക്ഷെ അല്ലാതെ ഈ പറയുന്ന ടെൻഷൻ ഈസിയാക്കാം എന്ന് പറയുന്ന നമ്മുടെ കമ്പൈൻഡ് ആയിട്ടുള്ള മറ്റ് ലെഷേഴ്സ് എന്തിനെ ബാധിക്കും? പഠിത്തത്തിനെയും എഫേർട്ടിനെയും ബാധിക്കും. അത് എല്ലാവരെയും ബാധിക്കും എന്നുള്ളതാണ് പ്രശ്നം. ഒരാൾക്കേ ചിലപ്പോൾ ചായ കുടിക്കാൻ തോന്നുള്ളെങ്കിലും 5 പേരും പോകും. പിന്നെ ഒരുമിച്ച് വിഷയം പറച്ചിൽ, അതായത് ഒരുമിച്ച് വിഷമം പറച്ചിൽ, അതായത് വിഷമം എന്ന് പറയുന്നത് നമ്മൾ പ്രാരാബ്ദം പറച്ചില്ല, അത് പറ്റുന്നില്ല, ഇത് പറ്റുന്നില്ല, ഇത് ഇങ്ങനെയാണ്, ഇനി ഈ വർഷം ആ റിസൾട്ട് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ മറ്റേ റിസൾട്ടിൻ്റെ വിജ്ഞാപനം, അല്ലെങ്കിൽ മറ്റേ റിസൾട്ട് വന്നില്ല, വിജ്ഞാപനം വന്നില്ല, പഞ്ചായത്ത് സെക്രട്ടറി എപ്പോഴാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഒരു ടെൻഷൻ പറച്ചിൽ ഈ പറയുന്ന ഇതിൻ്റെ വേദിയായി മാറും. പിന്നെ വേവലാതി ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫോറം പോലെ നമ്മുടെ ഈ പറഞ്ഞ സ്റ്റഡി ഗ്രൂപ്പുകളായി മാറരുത്. പിന്നെ അസൂയ, അപ്പുറത്തിപ്പുറത്തും ആൾക്കാർ ചെയ്യുന്നതിനെക്കുറിച്ച് അയാൾ കൂടുതൽ ചെയ്യുന്നുണ്ടോ, ഇയാൾ കൂടുതൽ പറയുന്നുണ്ടോ, മാത്രമല്ല ഡീമോട്ടിവേഷൻ, ഇയാൾക്ക് കൂടുതൽ അറിയാം, അപ്പോൾ പിന്നെ ഞാൻ ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. എപ്പോഴും കമ്പൈൻ സ്റ്റഡി എന്തായിരിക്കണം? ടീം വർക്ക് ആയിരിക്കണം. എപ്പോഴും നമ്മുടെ ഒരു ഗ്രൂപ്പ് ഒരേ വേവ് ലെങ്ത്തുള്ള, ഒരേ കാര്യങ്ങൾ ഏകദേശം ഒരേ ഗ്രാസ്പുള്ള ആൾക്കാർ കൂടി ചെയ്യുന്നൊരു ടീം വർക്ക് ആയിരിക്കണം. അതിൽ സ്പ്ലിറ്റിംഗ് ഓഫ് പോർഷൻസും സബ്ജക്ട്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില പോർഷൻസിന് ഇപ്പോൾ മാത്സ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവർ കൂടുതൽ പഠിപ്പിച്ച് തരാനും, അല്ലെങ്കിൽ ചില പോർഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ക്ലാരിഫൈ ചെയ്യാനുമുള്ളൊരു ടീം വർക്ക് ആയിരിക്കണം. അത് മ്യൂച്വൽ മോട്ടിവേഷൻ, അതായത് മറ്റേയാൾക്ക് കാര്യങ്ങൾ അറിയാം, അയാൾ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അയാൾ കാരണം എനിക്ക് ചില പോർഷൻസ് ശരിയാവാൻ, അതായത് മുമ്പോട്ട് പഠിച്ച് പോകാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു മോട്ടിവേഷൻ, മ്യൂച്വൽ മോട്ടിവേഷനാണ് ഉദ്ദേശിക്കുന്നത്. എന്തൂസിയാസം, എനർജി. എപ്പോഴും നമ്മൾ ഈ ടീം മീറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വളരെ അധികം മുമ്പോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്, പോർഷൻസ് തീരുന്നുണ്ട്, ഈ ടീം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടീമിൽ എല്ലാവർക്കും ഗുണകരമാണ് എന്ന് പറയുന്നൊരു എന്തൂസിയാസവും എനർജിയും ഈ പറയുന്ന ഈ കമ്പൈൻ വർക്കിനെ കുറിച്ച് നമുക്ക് തോന്നണം, കമ്പൈൻ സ്റ്റഡീനെ കുറിച്ച് തോന്നണം. പിന്നെ ബെറ്റർ റിസൾട്ട്സ്, എല്ലാവർക്കും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ്. ഒരുമിച്ച് എപ്പോഴും ഒരു വാല്യുവേഷൻ ഉണ്ടാവില്ലേ? ഒറ്റയ്ക്ക് പഠിക്കുകയാണോ, അല്ല ഈ പറഞ്ഞൊരു ഗ്രൂപ്പിനാണോ എനിക്ക് കൂടുതൽ? ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് എനിക്ക് തന്നെ തോന്നണം, അതായത് കമ്പൈൻഡായിട്ട് പഠിച്ചിട്ട് ഇത്രയധികം റിസൾട്ട്സ് എനിക്ക് വന്നു, അല്ലെങ്കിൽ കുറേ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ പണ്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ എനിക്കിപ്പോൾ മനസ്സിലായി. അല്ലാതെ ടൈം പാസ്സാണ്, ഒരേ വിഷമം ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരിക്കരുത് അത്. ഒരേ വിഷമം, എനിക്കും ഇല്ല റിസൾട്ട്, അയാൾക്കും ഇല്ല, മറ്റേ ആൾക്കും ഇല്ല, ഈ 5 പേർക്കും ഒരു റിസൾട്ടും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പായിരിക്കരുത്. അപ്പോൾ കമ്പൈൻ സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ വളരെ വളരെ സൂക്ഷിച്ച് വേണം അത് ഡീൽ ചെയ്യാൻ. കാരണം സമയം പോവുകയും ചെയ്തു. 4-5 മാസം കഴിഞ്ഞിട്ട് 1-2 പേർക്ക് മാത്രം റിസൾട്ട്സും ബാക്കിയില്ലാത്തവർക്ക് ഒന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ എല്ലാം അനലൈസ് ചെയ്യുക, നിങ്ങൾ തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ കുറേയും കൂടെ പ്ലാൻഡ് ആയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ടീമിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ പഠിക്കുന്ന ആൾക്കാരുടെയും സുഹൃത്തുക്കളുടെയൊക്കെ ഇൻഫ്ലുവൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.